ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലെ PSG വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരത്തെക്കുറിച്ചിട്ടാണ്. അതായത് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ 80,000 പരം കാണികൾ തിങ്ങി നിറച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ PSG റയൽ മാഡ്രിഡ് തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തിരിക്കുന്ന ഫുട്ബോൾ ആരാധകരൊക്കെ ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്ന മത്സരമായിരുന്നു. അങ്ങനെയുള്ളൊരു മത്സരത്തിൽ ലൂച്ചോയുടെ PSG ഷാബി അലോൺസോയുടെ റയൽ മാഡ്രിഡിനെ 4-0 എന്നുള്ള സ്കോർ ലൈനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് സത്യം പറയാലോ, ഇത് 4-ൽ നിന്നത് ഭാഗ്യമാണ്. പ്രത്യേകിച്ച് PSG സംബന്ധിച്ചിടത്തോളം അവർ സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ട് അങ്ങോട്ട് ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ തോന്നലാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ആ മൊത്തത്തിലുള്ള ഫ്രണ്ട് ത്രീനെയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു 1 hour മാർക്കിൻ്റെ സമയത്ത് നമ്മുടെ ലൂച്ചോ. കാരണം അവരെ റെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കളി കഴിഞ്ഞു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അദ്ദേഹം ആ ഒരു 60 minutes ഒക്കെ ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം റയൽ മാഡ്രിഡിനെ കൊണ്ട് ഒന്നും കൂട്ടിയാൽ കൂടില്ല എന്നൊരു ധാരണ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഉസ്മാനിക്കയെ മാറ്റുന്നത്, ഡെസീഡിയെ മാറ്റുന്നത്, വരട്സ്കേലിയെ മാറ്റുന്നത്, ഇവരൊക്കെ മാറ്റാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ആ ഒരു ഫ്രണ്ട് ത്രീ മൊത്തത്തിൽ മാറ്റാനുള്ള തീരുമാനം എടുക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള കോൺഫിഡൻസ് ആണ്. അതോടൊപ്പം തന്നെ ഒപ്പോസിഷനെ കൃത്യമായിട്ടും അദ്ദേഹം വാച്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പോസിഷൻ്റെ ആ കളി അനലൈസ് ചെയ്യുമ്പോൾ അവരെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് അത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരുന്നത്. പക്ഷേ അപ്പോഴേക്കും 3-0 ലീഡ് ഉണ്ടായിരുന്നു. ആ ഒരു 3-0 ലക്ഷറി ഉണ്ടായിരുന്നു. എന്നാൽ പോലും അപ്പുറത്ത് റയൽ മാഡ്രിഡ് ആണല്ലോ കംബാക്കും റെമോൺടാഡയൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് പരിചയമുള്ള അത്തരത്തിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൈഡല്ലേ. ലൂച്ചോക്കും നന്നായിട്ട് അറിയുന്നൊരു ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. കാരണം ചെങ്ങ അവിടെയും കളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. ബാഴ്സലോണയുടെ മാനേജറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ റയൽ മാഡ്രിഡിനെ അടിമുടി അറിയുന്ന ഒരാളാണ് ലൂച്ചോ എന്നുള്ള കാര്യമാണ്. പക്ഷേ എന്നിട്ടും ആൾക്ക് തൻ്റെ ടീമിൽ വലിയ വിശ്വാസമുണ്ട്. കാരണം വെച്ചാൽ നിലവിലത്തെ ഫുട്ബോളിലെ ബെസ്റ്റ് സൈഡ് അത് ഈ PSG ആണെന്നുള്ളത് അടിവരായിട്ട് പറയേണ്ടി വരും. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോഴും പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ടീമിനെ ആ പ്ലേയേഴ്സുള്ള വിശ്വാസം കൃത്യമായിട്ട് കാണുന്നു. അങ്ങനെ ചേഞ്ചസ് വരുന്നു. അപ്പോൾ ഇതൊരു എംബാരസിങ് റിസൾട്ടാണ് റയലിനെ സംബന്ധിച്ചോളം. എംബാരസ്മെൻ്റാണ്, ഹ്യൂമിലിയേഷനാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ എൽ ക്ലാസിക്കോയിൽ അത്തരത്തിലുള്ള ഹ്യൂമിലിയേഷൻസ് അവർ നേരിടുന്ന നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ക്ലബ് വേൾഡ് കപ്പിൽ എല്ലാവരും ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു മത്സരത്തിലും അവർ ഹ്യൂമിലിയേഷൻ നേരിടുന്നു. അപ്പോൾ കാര്യമായിട്ട് PSG സെക്കൻഡ് ഹാഫിൽ കൂടി ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഈ സ്കോറിൽ മാറുമായിരുന്നു. മാത്രമല്ല തിബോ കോർത്തുവ രക്ഷകരാകാൻ ശ്രമിച്ചു. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 2 കിടിലൻ സേവുകളൊക്കെ ചങ്ങായി പുൾ ഓഫ് ചെയ്തു. പക്ഷേ എത്രയെന്ന് വെച്ചിട്ടാണ് ഈ ചങ്ങായിക്ക് സേവ് ചെയ്യാൻ പറ്റുക? എത്രയെന്ന് വെച്ചിട്ടാണ് ചങ്ങായിക്ക് രക്ഷകനാകാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ സേവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ തൻ്റെ മുന്നിലുള്ള ഡിഫൻസ് ഇമാതിരി തോന്നിവാസം കാണിക്കുമ്പോൾ, ഇമാതിരി ബ്ലണ്ടറുകൾ കാണിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. മത്സരത്തിൽ 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ 2-0 ലീഡ് PSGക്ക് എടുക്കാൻ സാധിച്ചു. 2 ഡിഫെൻസീവ് ബ്ലണ്ടറുകളാണ് റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. 2 ബിഗ് ബ്ലണ്ടറുകൾ, ഹൗളറുകൾ. ഒരു ബിഗ് സെമി ഫൈനൽ മത്സരത്തിൽ ഇങ്ങനത്തെ ഹൗളറുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊരു തിരിച്ചുവരവ് സാധ്യമാണോ? അല്ല. അപ്പോൾ അസെൻസിയോ ആണ് ആദ്യത്തെ മിസ്റ്റേക്ക് വരുത്തുന്നത്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനറായിട്ടുള്ള ടോണി റുഡിഗറാണ് വരുത്തുന്നത്. 2ഉം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എറേഴ്സ്. പക്ഷേ ആ എറേഴ്സ് സൃഷ്ടിക്കാനായിട്ട് ഉസ്മാനിക്ക പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഉസ്മാനിക്ക ആ രീതിയിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന ഒരു മാഡ് ഡോഗാണ്, ഒരു ആനിമലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബാലൻ ഡിയോർ ഫേവറേറ്റ് ആണ് ഉസ്മാനിക്ക. ശരിയാണ്, ആ സൈഡിൽ വേറെയും ആളുകളെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു പോഡിയത്തിൽ കൊണ്ടു നിർത്താൻ പറ്റും. വേണമെങ്കിൽ അവരെയും ഫേവറേറ്റുകളായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതായത് ഹക്കീമിയെ വേണമെങ്കിൽ നമുക്ക് പറയാം, ന്യൂനോ മെൻസിനെ വേണമെങ്കിൽ നമുക്ക് പറയാം, വിറ്റീനിയെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ ഒരുപാട് പ്ലേയേഴ്സിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇതൊരു ടീമാണ് എന്നുള്ളത്. കൃത്യമായിട്ടും ഒരു ഇൻഡിവിജ്വലിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. ആ രീതിയിൽ ഒരു പ്രോപ്പർ ടീമാക്കി മാറ്റിയെടുക്കാൻ ലൂച്ചോക്ക് സാധിച്ചിരിക്കുകയാണ് വെറും 2 ഫുൾ സീസൺ കൊണ്ട്. എക്സെപ്ഷണൽ സംഭവമാണത്, എക്സെപ്ഷണൽ സംഭവം. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ആർക്കിടെക്റ്റുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ലൂച്ചോ തന്നെയാണ് മെയിൻ ഹീറോ. ലൂച്ചോ തന്നെയാണ് ശരിക്കും ബാലൻ ഡിയോറിന് അർഹൻ എന്നാണ് ഞാൻ വേണം പറയുക. കാരണം ഇത് ലൂച്ചോയുടെ സിസ്റ്റമാണ്. ലൂച്ചോയുടെ കോച്ചിങ്ങിൽ തന്നെയാണ് PSG മാതിരി ലെവലിലേക്ക് ഉയർന്നിട്ടുള്ളത്. അവർ ഇത്തരത്തിലൊരു ടീമായിട്ട് മാറിയിട്ടുള്ളത്. ഒപ്പം ലൂയിസ് ക്യാമ്പസ് ആണ് ഈ ടീം ബിൽഡ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ചുള്ള അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഖലീഫയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരുപാട് തരത്തിൽ അവർ ശ്രമിച്ചു നോക്കിയില്ലേ. ഒരുപാട് സൂപ്പർ താരങ്ങളെ കൊണ്ടുവന്ന് നോക്കി. അവർ മെസ്സി, നെയ്മർ, എംബാപ്പെ എന്ന് പറയുന്ന തരത്തിലുള്ള ആ ഒരു ഫ്രണ്ട് ത്രീ വെച്ച് കളിപ്പിക്കാനുള്ള ശ്രമം നോക്കി. ആ രീതിയിൽ ഗലാക്റ്റിക്കോസിനെ പലപ്പോഴായിട്ട് അവർ കൊണ്ടു നോക്കി. കുറേ സൂപ്പർ കോച്ചുമാരെ കൊണ്ടു നോക്കി. പക്ഷേ എന്താണ്, ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 പോലും അവർക്ക് കടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല മെസ്സി, നെയ്മർ, എംബാപ്പെ ആ ഒരു ഫ്രണ്ട് ത്രീ വെച്ചുകൊണ്ട്. പക്ഷേ എംബാപ്പെ പോകുന്നു റയൽ മാഡ്രിഡിലേക്ക്. എംബാപ്പയുടെ പ്രസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളെ വളരെ കൃത്യമായിട്ട് ലൂച്ചോ പുറം ലോകത്ത് പ്രദർശിപ്പിക്കുന്ന നമ്മൾ കണ്ടതാണ്. ആ ഒരു വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്.
മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എനിക്ക് 40 ഗോളുകൾ അടിക്കുന്ന ഒരു താരത്തിന് പകരം 12 ഗോളുകൾ വീതം അടിക്കുന്ന, 10-12 ഗോളുകൾ വീതം അടിക്കുന്ന 4 പ്ലേയേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് തനിക്ക് താല്പര്യമുള്ളത്. അതേപോലെ തന്നെ എന്താണ് തൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ടും പാലിക്കുന്ന തരത്തിലുള്ള പ്ലേയേഴ്സിനാണ് ആവശ്യമുള്ളത് കാര്യം എന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹക്കീമി മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള സംഭവമുണ്ട്. അതായത് ഗുഡ് പ്ലേയേഴ്സിന് എന്താണ് മത്സരങ്ങൾ ജയിക്കാൻ സാധിക്കും, പക്ഷേ ഒരു ഗുഡ് ടീമിനാണ് ടൈറ്റിൽ അടിക്കാൻ സാധിക്കുള്ളൂ. അത്തരത്തിലൊരു ഒരു ഒരു ഫാൻറ്റാസ്റ്റിക് ടീമാക്കിയിട്ട് ലൂച്ചോ PSG മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലൂയിസ് എൻറിക്ക് എന്ന് പറയുന്ന സ്പാനിഷ് കോച്ചിന് തന്നെയാണ് പ്രധാന ക്രെഡിറ്റ് പോകേണ്ടതായിട്ടുള്ളത്. വെറും 2 ഫുൾ സീസൺ കൊണ്ട് ചെങ്ങായി എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതായത് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള, എൻറ്റൈസിങ് ആയിട്ടുള്ള, നമുക്കൊക്കെ ഭയങ്കര രസം തോന്നിക്കുന്ന തരത്തിലുള്ള ഫുട്ബോളാണ് അവർ കളിക്കുന്നത്. ത്രില്ലടിപ്പിക്കുന്ന തരത്തിലുള്ള ഫുട്ബോളാണ് അവർ കളിക്കുന്നത്. കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ള ഫുട്ബോളാണ് അവർ കളിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഫുട്ബോൾ സൈഡ് കളിക്കുന്നത് കാണാൻ ആഗ്രഹമുള്ളത്. അതായത് ഡയറക്റ്റ്നെസ് ഉണ്ട് അവരുടെ വിങ്ങർമാരുടെ അടുത്ത്. അതേപോലെ തന്നെ അവരുടെ മിഡ്ഫീൽഡ് റൊട്ടേഷൻസ്, കളിയുടെ മഹിമ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തീരൂല. അമ്മാതിരി ഫ്ലൂയിഡിറ്റിയാണ് അവരുടെ ആ സിസ്റ്റത്തിലുള്ളത്. ഭയങ്കര ഡൈനമിക്കാണ് പ്ലേയേഴ്സ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അതായത് അവരുടെ ഫുൾ ബാക്കുള്ള കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഹക്കീമി ആണെങ്കിൽ, നൂനോ മെൻഡസ് ആണെങ്കിൽ എന്താ അത്ലറ്റിക്കാണ്, ഒടുക്കത്തെ എനർജി ഉണ്ട്, ഭയങ്കര ഫിറ്റാണ്. അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ ടെക്നിക്കൽ എബിലിറ്റി ടോപ്പ് ക്ലാസ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അവരിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ റൺ ചെയ്യും. വെറുതെ റൺ ചെയ്യല്ല, വെറുതെ ഓടുകയല്ല, അവിടെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട് അത് എടുക്കാനായിട്ട് ഓടുകയല്ല. കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ഓട്ടത്തിന് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അവരിങ്ങനെ ഓടുമ്പോൾ ഇനി അഥവാ ബോൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ വിങ്ങർമാർ ഒരു ഈഗോ ഇല്ലാണ്ട് ആ ടീമിനായിട്ട് ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ കൂടിയിട്ട് അവർ ട്രാക്ക് ബാക്ക് ചെയ്യാണ്. അത് എളുപ്പമുള്ളൊരു കാര്യമില്ല. അപ്പോൾ അവിടെ ഫുൾ ബാക്കുകൾക്ക് കവർ കൊടുക്കാനായിട്ട് വരട്സ്കേലെയും ഡെസിരി ഡുവയും ഒക്കെ തിരിച്ചു വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ബാർക്കോള വരുമ്പോൾ ബാർക്കോള വരും, ഉസ്മാനിക്ക വിങ്ങിൽ കളിക്കുകയാണെങ്കിൽ ഉസ്മാനിക്ക വരും. അപ്പോൾ ആ രീതിയിൽ ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. മാത്രമല്ല ഇവരുടെ ആ ഒരു ഫുൾ ബാക്കും വിങ്ങർമാരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ പ്ലേ ഉണ്ട്. അത് വല്ലാത്തൊരു കോമ്പിനേഷൻ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നൂനോ മെൻഡസ് എക്സെപ്ഷണൽ ഫുട്ബോളറാണ് അല്ലേ. ബാലൻ ഡി ഓർ ഫേവറേറ്റ് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ഹക്കീമി എനിക്ക് തോന്നുന്നു നൂനോ മെൻഡസിനോളം തന്നെ ക്രെഡിറ്റ് അർഹിക്കേണ്ട തരത്തിലുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഹക്കീമി 27 ഗോൾസ് ആൻഡ് അസിസ്റ്റ്, 27 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇപ്പോൾ ഈ ഒരു സീസണിൽ നടത്തിയിരിക്കുകയാണ്. ഒരു ഫുൾ ബാക്കാണ് ചെങ്ങായി എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് നമുക്ക് പിച്ചിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും. മാത്രമല്ല ഈ മത്സരത്തിലെ PSG രണ്ടാമത്തെ ചാൻസ് വരുന്നത് ആ ഫുൾ ബാക്ക് കോമ്പിനേഷനിലൂടെയാണ്. അതായത് ഹക്കീമി റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് വിപ്പിൻ ചെയ്ത് കൊടുക്കുന്നു. അതിൽ ഡെസിരി ഡുവെ ഫ്ലിക്കിലൂടെ ഹക്കീമെ റിലീസ് ചെയ്തിട്ടുള്ള രീതി വാസ് ബ്യൂട്ടിഫുൾ. എന്നതിന് ശേഷം ക്രോസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ആളാരാണ്? നൂനോ മെൻഡസ് ആണ്. ലെഫ്റ്റ് ബാക്കായിട്ടുള്ള നൂനോ മെൻഡസിൻ്റെ അറ്റംപ്റ്റ്, പക്ഷേ അവിടെ തിബോ കോർട്ടോ മനോഹരമായിട്ട് സേവ് ചെയ്യുന്നു. തിബോ കോർട്ടോടെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. മത്സരം തുടങ്ങിയിട്ട് 4-5 മിനിറ്റ് ആകുമ്പോഴേക്കും 2 നല്ല സേവുകൾ പുൾ ഓഫ് ചെയ്യാൻ തിബോ കോർട്ടോക്ക് സാധിച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പ് ഫാബിയൻ റൂയിസിൻ്റെ നല്ലൊരു കേളർ എഫേർട്ട് അത് തിബോ കോർട്ടോ സേവ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ ഫുൾ ബാക്കുകളുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഫുൾ ബാക്കുകളും വിങ്ങേഴ്സും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഫുൾ ബാക്കുകളും വിങ്ങേഴ്സും തമ്മിൽ കളിക്കുന്ന 1-2, ആ മൂന്നാമത്തെ ഗോള് കണ്ടില്ല നിങ്ങൾ? എന്താ ഗോള്! ആദ്യത്തെ 2 ഗോളുകൾ മിസ്റ്റേക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് റയൽ മാഡ്രിഡിൻ്റെ. പക്ഷെ അതിൽ അവരുടെ പ്രസ്സിങ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം PSG. പക്ഷെ ആ മൂന്നാമത്തെ PSG ഗോള് അതൊരു ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ഗോളാണ്. എന്താ രസം! അതായത് ഒരു 10-25 സെക്കൻഡ് അവർ പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. മത്സരത്തിൻ്റെ ഒരു ഹാഫ് ആൻ അവർ ആകുമ്പോൾ തന്നെ 80% എങ്ങാനും പൊസിഷൻ PSG എടുത്തായിരുന്നു. ബോൾ ഫുള്ള് PSG എടുത്തായിരുന്നു. അത് വെറുതെ പൊസിഷൻ കീപ്പ് ചെയ്യല്ല കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൂച്ചോടെ തന്നെ പഴയ സ്പാനിഷ് സൈഡിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. അത് വെറുതെ ഇങ്ങനെ പൊസിഷൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ കീപ്പ് ചെയ്യായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു. ഇതങ്ങനെയല്ല. ഇൻസൈസീവ് പാസുകൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ അത് കൊടുക്കും. ഡയറക്റ്റ് ആവുന്ന സാഹചര്യത്തിൽ ഡയറക്റ്റ് ആ ഒരു പരിപാടി ചെയ്യും. വിങ്ങർമാർ കിട്ടിക്കഴിഞ്ഞാൽ വിങ്ങർമാർ ഫുൾ ബാക്കുകളെ നേരിടാൻ തയ്യാറാണ്. അവർ ആ രീതിയിൽ ബ്രേവായിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. ആ ഫ്രീഡം ഉണ്ട് എക്സ്പ്രസ് ചെയ്യാനുള്ളത്, അതൊക്കെ കൊടുക്കുന്നുണ്ട് ലൂച്ചോ എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ എല്ലാവർക്കും പൊസിഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട്. അതായത് ആരെങ്കിലും ഒരു പൊസിഷൻ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫില്ല് ചെയ്യണം മറ്റൊരാൾ എന്നുള്ളതാണ്. ആ ആളുടെ നാച്ചുറൽ പൊസിഷൻ എന്തോ ആയിക്കോട്ടെ, അത് വിഷയമല്ല. പക്ഷേ ആ പൊസിഷനിൽ ഒരാൾ ഫില്ല് ചെയ്യണം എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അതോടൊപ്പം തന്നെ ബോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കുക. അതിനിപ്പോൾ നിങ്ങൾ ഏത് വലിയ മറ്റോടത്തെ ഫോർവേഡ് ആണെങ്കിലും ട്രാക്ക് ബാക്ക് ചെയ്ത് സാധനം ബോൾ തിരിച്ചു പിടിക്കാൻ നോക്കേണ്ടി വരും. അത് ഈ സിസ്റ്റത്തിൽ അങ്ങനെയാണ്. ഇതൊരു കളക്റ്റീവ് സാധനമാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ ലൂച്ചോ കൊടുത്തിട്ടുണ്ട്. അത് ഇവർ എൻജോയ് ആണ്. ഇവരത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം എല്ലാവരുടെയും പൊസിഷൻ എന്താണെന്നുള്ള കൃത്യമായിട്ട് ധാരണയുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരു പൊസിഷൻ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് കയറി ചെല്ലാൻ മറ്റേ പ്ലെയറിന് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ആ ഫ്ലൂയിഡിറ്റി, ആ റൊട്ടേഷൻ ഭയങ്കര രസമാണ്. കാരണം ഫുട്ബോൾ ഫീൽഡിൽ ഓരോ പൊസിഷനുകളുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു കൃത്യമായിട്ടുള്ള മിക്സ്ചറാണ്. പൊസിഷണൽ ഫുട്ബോളിൻ്റെയും എന്താ പറയുക റിലേഷൻഷിപ്പിൻ്റെയും ഒരു
പെർഫെക്റ്റ് മിക്സ്ചർ ഉണ്ട് എന്നുള്ളതാണ്. കാരണം പൊസിഷൻ ഫുട്ബോൾ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ലൂച്ചോ. ഒപ്പം ഈ പ്ലേയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, അവരുടെ ഫ്രീഡത്തെ തടയിടാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല. പാഞ്ഞോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്രിയേറ്റ് ചെയ്യും, ഡ്രിബിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡ്രിബിൾ ചെയ്യും, എന്നിട്ട് ഗോൾ അടിക്കാൻ പറ്റും ഗോൾ അടിക്കും, നോ പ്രോബ്ലം. പക്ഷേ ബോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബോൾ തിരിച്ചു പിടിക്കണം. ആ പൊസിഷനിൽ ഇനിയിപ്പോൾ ഫുൾ ബാക്കിനെ ട്രാക്ക് ബാക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ആരാണെങ്കിലും. ആ രീതിയിലാണ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മൂന്നാമത്തെ ഗോള് ഡൊണറുമ ഹക്കീമിക്ക് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഹക്കീമിക്ക് പാസ് കൊടുക്കുകയാണ്. PSG ഏരിയയിലാണ്. അവിടെ റയൽ മാഡ്രിഡ് ഹൈ ആയിട്ട് പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഷാബി അലോൺസോ ആ പുതിയ ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ അവിടെ ഇൻസ്റ്റിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പ്രസ് ചെയ്യണം എന്നുള്ള ഒരു പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ പ്രശ്നത്തിലേക്ക് ഞാൻ വരാം, അത് വേറെ കാര്യം. അവിടെ പ്രസ്സിംഗ് എന്ന് പറഞ്ഞ സംഭവമേ നടക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്. PSG വളരെ ഈസി ആയിരുന്നു ആ ഗോളിൽ അവർക്ക് പാസ് ചെയ്ത് മൂവ് ചെയ്യാൻ. കാരണം വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് ആരെങ്കിലും പ്രസ് ചെയ്യണ്ടേ. ഫ്രണ്ടിൽ നിന്ന് ആരും പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ മിഡ്ഫീൽഡ് എക്സ്പോസ്ഡ് ആയി പോകും. ഇനി മിഡ്ഫീൽഡിൽ കാര്യമായിട്ട് പ്രസ്സിംഗ് നടക്കുന്നില്ലെങ്കിൽ ഡിഫൻസ് എക്സ്പോസ്ഡ് ആയി പോകും. കാരണം വെച്ചാൽ ഹൈലൈനൊക്കെയാണ് അവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പുതിയൊരു ശൈലിയിൽ കളിക്കുകയാണ്. മാത്രമല്ല ഷാബി അലോൺസോയെ സംബന്ധിച്ചിടത്തോളം ഏതാണ് പെർഫെക്റ്റ് ഫോർമേഷൻ എന്നുള്ളത് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂയിസ് എൻട്രിക്ക മത്സരത്തിന് ശേഷം കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഷാബി അലോൺസോ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു പ്രീ സീസൺ ആവശ്യമുണ്ട്. കാരണം ആകെ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മത്സരങ്ങൾ കളിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അത്രയും മത്സരങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലോസഫിയൊക്കെ ഇൻസ്റ്റിൽ ചെയ്യാൻ സമയമെടുക്കും. ലൂച്ചോയുടെ ടീം ഇത് സെക്കൻഡ് സീസണാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അത് ലൂച്ചോ തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഷാബിക്ക് സമയം കാര്യങ്ങളൊക്കെ വേണം അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇൻസ്റ്റിൽ ചെയ്യാൻ. അതോടൊപ്പം തന്നെ വളരെ ഹാർഷായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടി വരും. ചില പ്ലേയേഴ്സിനൊക്കെ ബാലൻസിനായിട്ട് ആ ടീമിൽ നിന്ന് മാറ്റേണ്ടി വരും. പെർഫെക്റ്റ് ബാലൻസ് ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. PSG ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ബാലൻസ് ആണ്, പെർഫെക്റ്റ് ബാലൻസ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ പിന്നെ ഗോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹക്കീമിക്ക് ബോൾ കിട്ടിയപ്പോൾ ഹക്കീമി പിന്നെ റയലിൻ്റെ പ്രസ് അവിടെ നോൺ എക്സിസ്റ്റൻ്റ് ആണ്. പക്ഷേ എല്ലാവരും കയറി നിൽക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് ഒരു പിടുത്തില്ല. അപ്പോൾ അങ്ങനെ ഡെസീരി ഡുവേ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. വിങ്ങറാണ്, വൺ ഓഫ് ദ വിങ്ങേഴ്സാണ് ഡെസീരി ഡുവേ. ആ ഫ്രണ്ട് ത്രീയിൽ ഡുവേയും ഡെംബേലയും വെറഷ്കിലിയും കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡെസീരിയുടെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഈ ഹക്കീമിന് ഇടുന്ന പാസ് റിസീവ് ചെയ്യുമ്പോൾ റുഡിഗർ അദ്ദേഹത്തിൻ്റെ കൂടെ വരികയാണ്. ഓക്കെ, അവിടെ പിന്നെ പ്രസ് ചെയ്യാനായിട്ട് കയറി വരികയാണ്. അത് ആ ഫ്രണ്ടിൽ നിന്നുള്ള പ്രസ്സും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് ടോണി റുഡിഗർ അവിടെ ആ ഒരു സിറ്റുവേഷൻ രക്ഷിക്കാനായിട്ട് കയറി വരികയാണ്. പക്ഷേ പുള്ളി നോ മാൻസ് ലാൻഡ് അവിടെ ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, എപ്പോൾ പ്രസ് ചെയ്യണം, എങ്ങനെ പ്രസ് ചെയ്യണം എന്നുള്ളത്. അതവിടെ ടോണി റുഡിഗർക്ക് ഇല്ലാതായി പോയി. ഡെസീരി ഡുവേ തിരിച്ച് അത് ഹക്കീമിക്ക് കൊടുക്കുന്നു. ഹക്കീം ഇത്തവണ ഉസ്മാനിക്കയ്ക്ക്, ഫോൾസ് നയനിൽ കളിക്കുന്ന ഉസ്മാനിക്കയ്ക്ക് പാസ് കൊടുക്കുന്നു. ഉസ്മാനിക്ക് അത് തിരിച്ച് വൺ ടച്ചിൽ ചെങ്ങനെ റിലീസ് ചെയ്യണം. അപ്പോൾ ഒന്ന് റയൽ മാഡ്രിഡിൻ്റെ ഹൈലൈൻ, ഒരു പ്രസ്സിംഗ് നടക്കുന്നില്ല. ഹൈലൈൻ കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയുന്നതാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിനെ കുറിച്ച് അനലൈസ് ചെയ്തിട്ടുള്ളതാണ്. പ്രസ് നടന്നിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത രീതിയിൽ എക്സ്പോസ് ചെയ്യപ്പെടും. ഇവിടെ ഈസി ആയിട്ട് PSG എക്സ്പോസ് ചെയ്യണം. അവരെ ഹക്കീം അതുമായിട്ട് പോവാണ്. പിന്നെ ജൂഡ് ബെല്ലിംഗാം ഓടി നോക്കുന്നുണ്ട്, ഓടിയെത്തുന്നില്ല. അവിടെ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഫെഡെ അപ്പുറത്ത് ഓടി നോക്കുന്നുണ്ട്. കാരണം വെച്ചാൽ സിമ്പിളായിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പാസ് കൊടുത്തു ഫാബിയൻ റൂയിസിലേക്ക്. ഫാബിയൻ റൂയിസ് ഒരു ടച്ചൊക്കെ എടുത്തിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു. അവിടെ എവിടെ റയലിൻ്റെ ഡിഫൻസ്, എവിടെ റയലിൻ്റെ പ്രസ്. അപ്പോൾ ഇതാണ് ആ ഒരു ഷാബി എന്താണ് വിചാരിക്കുന്നത് അതിലേക്ക് എത്താൻ സമയമെടുക്കും. മാത്രമല്ല ചില ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഗോൾ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ. അതിലുള്ള ഹക്കീമിൻ്റെ എനർജി ത്രൂ ഔട്ട് ദ ക്യാമ്പയിൻ ഈ ഒരു സീസണിൽ ചങ്ങായി ആ രീതിയിലുള്ള എനർജിയും ടെക്നിക്കൽ എബിലിറ്റിയും കാഴ്ചവെക്കണം. ബയണിനെതിരെയുള്ള ആ ഒരു ഗോൾ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ എബിലിറ്റി നമ്മൾ കണ്ടതിൽ എത്ര ബയണിൻ്റെ ഡിഫൻസ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ എബിലിറ്റി കൊണ്ട് മറികടന്നത്, ആ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഡെംബേലേക്ക് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് ഫാന്റാസ്റ്റിക് ഫുട്ബോളാണ് അഷ്റഫ് ഹക്കീമി. ഈസിലി ആഫ്രിക്കൻ പ്ലെയർ ഓഫ് ദി ഇയർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതേപോലെ തന്നെ ടോപ്പ് പ്ലെയേഴ്സിൻ്റെ പട്ടികയിൽ അദ്ദേഹം മുൻപന്തിയിൽ കിടക്കേണ്ട തരത്തിലുള്ള പ്ലെയറാണ്. ഒരു ഫുൾ ബാക്കാണ്. അതേപോലെ തന്നെ ന്യൂനോ മെൻഡസ് ഡിഫെൻസീവ്ലിയും ഒഫെൻസീവ്ലിയും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ഒരു രക്ഷയില്ല. അതായത് വിനിക്കൊരു 1v1 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു മത്സരത്തിൽ, ഫസ്റ്റ് ഹാഫിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ ന്യൂനോ മെൻഡസിൻ്റെ പേസ്, അദ്ദേഹം വന്നിട്ടാണ് ആ സിറ്റുവേഷൻ റെസ്ക്യൂ ചെയ്യുന്നത് PSG സംബന്ധിച്ചിടത്തോളം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഡിഫെൻഡ് ചെയ്യാനും അറിയാം, അറ്റാക്ക് ചെയ്യാനും അറിയാം, പിന്നെ എന്താ വേണ്ടത്? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ പിന്നെ ഫുൾ ബാക്കുകളുടെയും വിങ്ങർമാരുടെയും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ റിതം, വൺ ടച്ചിലൊക്കെ റിലീസ് ചെയ്യുന്ന രീതി, ആ കോമ്പിനേഷൻ പ്ലേ ഫാന്റാസ്റ്റിക് ആണ്. ഇതോടൊപ്പം തന്നെ മിഡ്ഫീൽഡിലുള്ള റൊട്ടേഷൻ, വിറ്റീനിയ സ്ട്രിങ്സ് ഇങ്ങനെ പുള്ള് ചെയ്യാണ്. എന്ത് രസമായിട്ടാണ് കളിക്കുന്നത്. വിറ്റീനിയ വീക്ക് ഇൻ വീക്ക് ഔട്ട് 8 out of 10 പെർഫോമൻസ് ഇങ്ങനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പാസ് ചെയ്യും, ഡയഗണൽ ബോളുകൾ കൊടുക്കും. മാത്രമല്ല എന്താണ് ആ പൊസിഷൻ കൺട്രോളിൻ്റെ സഹായത്തിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ അതിനും ചെങ്ങായി റെഡിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. മാത്രമല്ല ബ്യൂട്ടിഫുൾ പാസുകളാണ്. ഒപ്പം ടെനേഷ്യസ് ആണ് ബോൾ വിൻ ബാക്ക് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും കാര്യങ്ങളും. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്നവർ, ഇപ്പോൾ ഫാബിയൻ റൂയിസ് ഈ മത്സരത്തിൽ ബ്രേസ് അടിച്ചിരിക്കുകയാണ്, 2 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഫാബിയൻ റൂയിസ് ഒരു അണ്ടർ റേറ്റഡ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ ആ PSG മിഡ്ഫീൽഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം സംസാരിക്കുക എല്ലാവരും വിറ്റീനിയെ കുറിച്ചിട്ടാണ്, പിന്നെ ജോനോസിനെ കുറിച്ച് സംസാരിക്കും.
പിന്നെയാണ് ഫാബിയൻ റൂയിസിൻ്റെ പേര് വരുന്നത്. ഫാബിയൻ റൂയിസ് ഒരു എക്സ്പീരിയൻസ്ഡ് ഫുട്ബോളറാണ്. സ്പെയിനിൻ്റെ കുപ്പായത്തിൽ റോഡ്രിയാണ് ആ ഒരു ടൂർണമെൻറ്റിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് വാങ്ങിയതല്ലേ യൂറോ ക്യാമ്പയിനിൽ. അതിൽ റോഡ്രിയുടെ പെർഫോമൻസ് വാസ് എക്സെപ്ഷണൽ. പക്ഷേ ഫാബിയൻ റൂയിസും ആ ഒരു അവാർഡിന് അർഹനായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം അമ്മാതിരി പെർഫോമൻസാണ് ഫാബിയൻ റൂയിസ് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ ഫാബിയൻ റൂയിസിനെ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഈ മത്സരത്തിൽ 2 ഗോൾ അടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ചിലപ്പോൾ എല്ലാവരും പറയാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ഗോളുകൾ അടിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാറുണ്ട്. ഫാന്റാസ്റ്റിക് ഫുട്ബോളറാണ് ഫാബിയൻ റൂയിസ്. ആ ബോക്സിലേക്ക് എപ്പോൾ അറൈവ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല റൊട്ടേഷൻ ഉണ്ടല്ലോ, ഇവർ 3 പേരും പൊസിഷൻ ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ചിലപ്പോൾ പിന്നെ ആ ഒരു DM ആയിട്ട് നമുക്ക് വിറ്റിനെ കാണാൻ പറ്റും, ചിലപ്പോൾ DM ആയിട്ട് ജോനേഴ്സിനെ കാണാൻ പറ്റും, ചിലപ്പോൾ ഫാബിയൻ റൂയിസ് ആയിരിക്കും, ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഫാബിയൻ റൂയിസ് ആയിരിക്കും, ചിലപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും ജോനേഴ്സ് ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ആ രീതിയിലുള്ള റൊട്ടേഷൻ ബ്യൂട്ടിഫുൾ ആണെന്നുള്ള കാര്യം പറയുന്നത്. പിന്നെ മിഡ്ഫീൽഡിലേക്ക് ഉസ്മാനിക്ക് ഇറങ്ങി വരും, ഡെസിലിഡു ഇറങ്ങി വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫൻഡർമാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ ഒരു ജോലി ഉണ്ടാവുമല്ലോ, മാർക്ക് ചെയ്യണമെന്നുള്ള പണിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെ സ്ട്രച്ച് ചെയ്യും, ഇവർ ചിലപ്പോൾ അവിടെ കയറി വരും. ആ രീതിയിലാണ് ഡെസിലിഡുയുടെ കൂടെ ആ ഗോളിൽ റൂഡിഗർ കയറി വന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരുടെ ഈ റൊട്ടേഷൻ ഫാന്റാസ്റ്റിക്കാണ്. ഇനി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഉസ്മാനിക്കും വെരട്സ്കേലിയും ഡെസിലിഡും തമ്മിലുള്ള അവരുടെ ഒരു ഫ്ലംബോയൻസും ഫ്ലെയറും ഡ്രിബിളിങ് എബിലിറ്റിയും ടേക്ക് ഓൺ എബിലിറ്റിയും അവന്മാർ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതും ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ മറ്റൊരു ചാൻസ് തുടക്കത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്തല്ലോ. ആ ഗോള് ഫസ്റ്റ് ഗോളിൽ അസെൻസിയോടെ മിസ്റ്റേക്ക് വന്നില്ലേ, അതിൽ പക്ഷേ ഡെസിലിഡുവയുടെ ഡ്രിബിളിങ് എബിലിറ്റി ഉണ്ടല്ലേ നിങ്ങൾ, അതൊരു രക്ഷയില്ല. ഫ്രാൻ ഗാർസിയ ത്രൂ ഔട്ട് ദ ക്യാമ്പയിൻ നല്ല രീതിയിൽ കളിച്ചതാണ്. പക്ഷേ അവിടെ ഈ ചങ്ങായുമായിട്ട് മുട്ടി നിൽക്കാൻ പറ്റുന്നില്ല. ഡെസിലിഡുവെ എത്ര മനോഹരമായിട്ടാണ് സെപ്പറേഷൻ ഉണ്ടാക്കുന്നതാണ്, ഡ്രിബിൾ ചെയ്തിട്ട് സ്പേസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ ഇല്ല, എന്നിട്ട് അദ്ദേഹം റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നു. അസെൻസിയെ സംബന്ധിച്ചോളം എന്ത് ദുരന്തം പെർഫോമൻസാണ്. എന്താണ് ചങ്ങായി അവിടെ ചിന്തിച്ചെന്നുള്ളതാണ്. ഒറ്റ ബുദ്ധിയാണെന്നുള്ളത് ആരോ പിന്നെ എൻ്റെ ട്വിറ്ററിൽ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. ശരിയാണത്. കഴിഞ്ഞ സീസണിൽ സ്റ്റെപ്പ് ചെയ്തു അസെൻസിയോ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഫ്രെയിൽറ്റീസ് ഉണ്ട്. അതിപ്പോൾ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പ് ക്യാമ്പിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള പെർഫോമൻസ് അൽ ഹിലാലിനെതിരെ അദ്ദേഹം കാഴ്ചവെക്ക് ഡബിൾ കണ്ടു, പച്ചൂക്കെതിരെ റെഡ് കാർഡ് കിട്ടിയില്ലേ. അതൊക്കെ ബ്രെയിൻ ഫാട്ട് മൊമെൻറ്റുകളാണ്. അത്തരത്തിലുള്ള ബ്രെയിൻ ഫാട്ട് മൊമെൻറ്റുകളായിട്ട് റയൽ മാഡ്രിഡിനെ പോലെ ഒരു ക്ലബിൻ്റെ സെൻറ്റർ ബാക്ക് ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സെൻറ്റർ ബാക്ക് എന്നല്ല, ആ രീതിയിൽ ബ്രെയിൻ ഫാട്ട് മൊമെൻറ്റുകൾ കൂടുതലുള്ള പ്ലേയേഴ്സിനൊന്നും റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ കൺസിസ്റ്റൻ്റ് കളിക്കാൻ പറ്റില്ല. ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ട് നിൽക്കാം, അത്രേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അസെൻസിയോ ഒരു സ്ക്വാഡ് പ്ലെയർ ആണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ മിലിറ്റാഗോ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ അവിടെ നിന്ന് പോകും. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ പുതിയ ഡിഫൻസീവ് സൈനിങ് ആയിട്ടുള്ള ഡീൻ ഹൗസിന് കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തെ എന്തായാലും റയൽ മാഡ്രിഡ് PSG എതിരെ മിസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അസെൻസിയാണ് വരാൻ പോകുന്നത് ആ ഒരു പൊസിഷനിൽ. അപ്പോൾ എറേഴ്സ് ഉണ്ടായിരിക്കും, ആൾ എറാറ്റിക് ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ എററിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഗോൾ വന്നത്. അപ്പോൾ ഈ ഹൗസൻ വന്നു കഴിഞ്ഞാൽ ഹൗസൻ 100% പെർഫെക്റ്റായിട്ട് PSG പ്രസ്സിങ്ങിനെതിരെ കളിക്കുന്നതെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ ഹൗസൻ എന്തായാലും ബെറ്ററായിട്ട് അസെൻസിയോകൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ മാത്രമല്ല റയലിനെ സംബന്ധിച്ചുള്ള ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതിൽ ഹൗസൻ വഹിക്കുന്ന പങ്കും അദ്ദേഹത്തിൻ്റെ ബോളുകളും ഡയഗണലുകളും അദ്ദേഹത്തിൻ്റെ പിന്നെ ലൈൻ ബ്രേക്കിംഗ് പാസുകളും അതൊക്കെ ഈ മത്സരത്തിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റയലിന് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹൗസൻ ആ രീതിയിലൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഇനി ഒരുപാട് ഇമ്പ്രൂവ് ആകാനൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു പെറ്റലൻസ് കാഴ്ചവെച്ചിട്ടാണല്ലോ ആ റെഡ് കാർഡ് കിട്ടിയത് കഴിഞ്ഞ മത്സരത്തിൽ. അത് വേറെ കാര്യം, ഒരു ആവശ്യമില്ലാത്ത റെഡ് കാർഡ് വാങ്ങിക്കൂട്ടിയതാണെന്നൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ എന്തായാലും ഹൗസിനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസെൻസിയോ വന്നതോടുകൂടിയിട്ട് പണിവാളി, ആ പണിവാളൽ പിന്നെ അതിൽ തിരിച്ച് വരാൻ റയൽ മാഡ്രിഡിന് സാധിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള ഡെസിലിഡുവയുടെ ആ ഒരു ക്രോസ് ബോക്സിലേക്ക് വന്നപ്പോൾ അസെൻസിയോ അത് ക്ലിയർ ചെയ്യാമായിരുന്നു. അദ്ദേഹം ഒരു ടച്ചൊക്കെ എടുത്തിട്ട് കുറേ സമയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചങ്ങായി കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമുള്ള സമയം എടുത്തിട്ട് ഇങ്ങനെ പാസ് ചെയ്യാം അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഉസ്മാനിക്ക് പ്രസ് ചെയ്യുന്നത്. ഉസ്മാൻ ഡെംബേലെ ഒരു പ്രസ്സിങ് മോൺസ്റ്ററാണ്. അപ്പോൾ ആളവിടെ പ്രസ് ചെയ്യുന്നു, അസെൻസിയോക്ക് അവിടെ അടിയറവ് പറയേണ്ടി വരുന്നു. തിബോ കോർട്ടോ അവിടെ ഫൗൾ ചെയ്തിട്ടുണ്ട്, പെനാൽറ്റി കൺസീഡ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവമാണ്. പക്ഷേ ഫാബിയൻ റൂയിസ് ബോക്സിലുണ്ടായിരുന്നു, അദ്ദേഹം അത് വലയിലേക്കാക്കുന്ന ഗോളാകുന്നു. അല്ലെങ്കിൽ അവിടെ പെനാൽറ്റി കിട്ടിയേനെ റയലിനെ സംബന്ധിച്ചോളം. പക്ഷേ ആ ഒരു എററിൽ നിന്ന് അത് കളി തുടങ്ങി 5 മിനിറ്റ് ആകുമ്പോഴത്തേന് ആ രീതിയിലൊരു എറർ സംഭവിക്കുകയാണ്. അപ്പോൾ ആ എററിൽ നിന്ന് പിന്നീട് റയൽ തിരിച്ചുവിടാൻ പറ്റില്ല. അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ മറ്റൊരു ഗോൾ കൂടി റയൽ മാഡ്രിഡ് കൺസിഡർ ചെയ്യാണ്. 9 മിനിറ്റ് ആകുമ്പോഴത്തേന് രണ്ടാമത്തെ ഗോൾ കൺസിഡർ ചെയ്യാണ്. ഇത് ടോണി റൂഡിഗർ എന്ന് പറയുന്ന ഇത്രയും എക്സ്പീരിയൻസുള്ള പ്ലെയറെ സംബന്ധിച്ചോളം മിസ്കിക്ക് ചെയ്യാണ്, ഒരു പാസ് കൊടുക്കാൻ ശ്രമിച്ചാണ്. അവിടെ ഡെംബേലെ പ്രസ് ചെയ്യുന്നുണ്ട്, റയലിൻ്റെ അടുത്താണ് പൊസിഷൻ ഉള്ളത്. അപ്പോൾ ടോണി റൂഡിഗർക്ക് പാസ് കൊടുത്തതാണ്, തിരിച്ച് ബാക്കിലേക്ക് പാസ് കൊടുത്തതാണ്. അദ്ദേഹം ഒരു പാസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മിസ്കിക്ക് ചെയ്യുന്നു, അത് ഡെംബേലെ അതുമായിട്ട് പോയിട്ട് അദ്ദേഹം മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു.
ഡെംബേലയുടെ ഒരു റിസർജൻസ്, ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് വരാൻ സമയം ഉണ്ടാവാത്തൊരു പ്ലെയർ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഫുൾ ടൈം വാർഡിൽ, ഹോസ്പിറ്റൽ വാർഡിൽ കിടക്കുന്നൊരു പെൻഷനായിരുന്നു ഡെംബേലെ. ബാഴ്സലോണയുടെ കുപ്പായത്തിൽ അനങ്ങിയ ഇഞ്ചുറി, ഈ ഒരു ക്ലബ് വേൾഡ് കപ്പ് ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏത് രീതിയിലാണ് ചെങ്ങായിനെ ലൂച്ചോ അങ്ങോട്ട് മാറ്റി മറിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു രക്ഷയില്ലാത്ത തരത്തിലൊരു ട്രാൻസ്ഫോർമേഷനാണ്, വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ. അതായത് ഈ ഒരു ക്യാമ്പയിൻ്റെ തുടക്ക സമയത്ത് ആഴ്സണലിനെതിരെയുള്ള മത്സരത്തിൽ ഡിസിപ്ലിൻ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ചെങ്ങനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ലൂച്ചോ എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ പിന്നീട് മനസ്സിലായി, ഡെംബേലയ്ക്ക് മനസ്സിലായി, അതായത് എംബാപ്പേനോട് തന്നെ വിട്ടുവീഴ്ച കാണിക്കാത്തൊരു മനുഷ്യനായിരുന്നു ലൂച്ചോ അല്ലേ. അതുകൊണ്ട് തനിക്ക് പ്രത്യേക പരിഗണനയൊന്നും ഈ ചെങ്ങായുടെ ഭാഗത്ത് നിന്ന് കിട്ടൂല എന്നുള്ളത് ചെങ്ങായിക്ക് ഉറപ്പായി. അപ്പോൾ ലൂച്ചോയുടെ പരിധിയിലേക്ക് വരാനുള്ളൊരു തീരുമാനം ഡെംബേലെ എടുക്കുന്നു, ഉസ്മാനിക്ക് എടുക്കുന്നു. ആ ഫോൾസ് നൈനാക്കി അദ്ദേഹത്തെ മാറ്റുന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ വർക്ക് റേറ്റ് നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത വർക്ക് റേറ്റാണ്. PSG പ്രസ് തുടങ്ങുന്നത് ഉസ്മാനിക്കിലൂടെയാണ്. ആ ഒരു അഗ്രഷൻ ഉണ്ട്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പം അങ്ങനെ ഒടുവിൽ ഡെംബേലെ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളുടെ കീഴിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം എബിലിറ്റി ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 2 ഫുട്ട് കൊണ്ട് അടിക്കാൻ പറ്റുന്ന മുടിഞ്ഞ ഡ്രിബ്ലിംഗ് എബിലിറ്റി ഉള്ള പ്ലെയർ ആയിരുന്നു. പക്ഷേ ഫിനിഷിങ്ങിൽ പ്രശ്നമുണ്ടായിരുന്നു, ക്ലച്ച് ഹോമിൽ ഡെലിവറി ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ എൻട്രിക്കർ എടുത്തെത്തുന്നു. അപ്പോൾ ആ പൊട്ടൻഷ്യൽ മാക്സിമൈസ് ചെയ്യാൻ ലൂച്ചോക്ക് സാധിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡെംബേലെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മുമ്പ് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബാലൻ ഡിയോർ ഫേവറേറ്റ് ആണല്ലോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇൻഡിവിജ്വൽ അവാർഡ്സിനെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്. PSG എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ആ ഗ്രൂപ്പ്, ആ ടീം എന്നുള്ള ആ ഒരു പരിപാടിയാണ് നമുക്കിപ്പോൾ PSG കാണാൻ സാധിക്കുന്നത്. ലൂച്ചോ ആണത് വലിയ. ഈ PSG സൈഡിനെ ബൊട്ടഫോഗോ ബ്രസീലിയൻ സൈഡ് ഈ ഒരു ക്യാമ്പയിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, 1-0 എന്നുള്ള സ്കോർ റേറ്റിന്. അതൊരു വേക്കപ്പ് കോളായിരുന്നു PSG സംബന്ധിച്ചിടത്തോളം. പിന്നീട് അവർ നേരിട്ടത് ആരൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നത്. ഇന്റർ മയാമിയെ തകർക്കുന്നു, അത് അവരെ സംബന്ധിച്ചോളം കേക്ക് വാക്കായെന്നുള്ള കാര്യം ഓർക്കണം. ഹാഫ് ടൈമിന് ശേഷം അവർ കളിച്ചിട്ടില്ല. പിന്നീട് ബയൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തുന്നു, ഇപ്പോൾ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തുന്നു. ഈ ചെൽസിക്കെതിരെയാണ് ഫൈനൽ. അപ്പോൾ PSG തന്നെയാണ് മാസീവ് ഫേവറേറ്റ്സ്. ചെൽസി മുമ്പ് റോമൻ്റെ കീഴിൽ അഗെയിൻസ്റ്റ് ദി ഓഡ്സ് ജയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുള്ളതാണ്. ആ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിൽ സംഭവമാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ പേടിച്ച് പണ്ടാരടങ്ങിയിട്ടിരിക്കുകയാണ്. ഇവന്മാരായിട്ട് കളിക്കണം എന്നുള്ള ആലോചിക്കും. പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഫുട്ബോളല്ലേ, എന്താ സംഭവിക്കുക കാത്തിരണം. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു പെർഫോമൻസിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ചെൽസിയുടെ ഭാഗത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം റയൽ മാഡ്രിഡ് ആബ്സല്യൂട്ട്ലി ഓഫളായിരുന്നു. ഇത് റയലിനെതിരെ ഉള്ളൊരു കാര്യമായിട്ട് നിങ്ങൾ കരുതരുത്. ഞാൻ ഉള്ളത് തുറന്നു പറയാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ആളാണ്. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. അതായത് കംപ്ലീറ്റ്ലി ലൂച്ചോ അല്ലെങ്കിൽ ലൂച്ചോയുടെ ടീം ഔട്ട് ക്ലാസ് ചെയ്തു ഷാബിയുടെ ടീമിനെ. അപ്പോൾ അതിൽ നമ്മളിനി റയൽ മാഡ്രിഡിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രെൻഡിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്ങിൽ. അപ്പോൾ എന്താണ് ഫെഡെ വാൽവർദിനെ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നത്. മാത്രമല്ല ആ ഒരു സ്റ്റാർട്ടിംഗ് 11 അത് അദ്ദേഹത്തിന് പണി കിട്ടിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗൊൺസാലോ ഗാർസിയയും വിനിയെയും എംബാപ്പയും ഒരുമിച്ച് കളിപ്പിക്കാനൊരു തീരുമാനം എടുക്കുന്നു. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ പറഞ്ഞതാണ്, ഗൊൺസാലോ ഗാർസിയ മെറിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചങ്ങായാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. വിനി ഓർ എംബാപ്പെ എന്നുള്ളതിൽ നിന്ന് വിനി ആൻഡ് എംബാപ്പെ എന്നുള്ള തീരുമാനത്തിലേക്ക് ഷാബി അലോൺസോ എത്തുന്നു. പിന്നെ ഫെഡെ ആയിരുന്നു ആ റോളിൽ റൈറ്റ് സൈഡ് നല്ല രീതിയിലൊരു പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെൻഡിന് ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ ഫെഡയെ ആ ഒരു റൈറ്റ് ബാക്കായിട്ട് മാറ്റേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതോടുകൂടി മൊത്തത്തിലുള്ള ബാലൻസ് അങ്ങോട്ട് തെറ്റിപ്പോവാണ്. മൊത്തത്തിൽ ബാലൻസ് തെറ്റിപ്പോയി. ഇവന്മാരുണ്ട് പ്രസ് ചെയ്യുന്നത്. ഗൊൺസാലോ ഗാർസിയ പിന്നീട് റൈറ്റ് സൈഡിലേക്കൊക്കെ അദ്ദേഹത്തെ നീക്കി. കാരണം ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ ട്രാക്ക് ബാക്ക് ചെയ്യുന്നത് ഈ ചെങ്ങായാണ്. എന്നാൽ പിന്നെ അയാളെ അങ്ങോട്ടേക്ക് മാറ്റുന്ന സാഹചര്യം നമ്മൾ കാണുന്നത്. സെൻട്രൽ ഏരിയയിലൊന്നും അല്ല പിന്നെ ഗാർസിയ കളിക്കുന്നുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ എംബാപ്പെ ആണെങ്കിലും വിനി ആണെങ്കിലും കാര്യമായിട്ട് വർക്ക് റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രസ് ചെയ്താൽ പോരാ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ട്രാക്ക് ബാക്ക് ചെയ്താൽ പോരാ. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. ആ PSG സൈഡിലേക്ക് നോക്കിയേ, വരട്സ്കേലിയും ഡെസീരിഡുവയും ഡെംബൂസൊക്കെ ചെയ്യുന്നത് നോക്കിയേ, അതൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഇവിടെ ഈ രീതിയിൽ, അതായത് നമ്മൾ ഷാബി അലോൺസോയുടെ കീഴിൽ ഇപ്പോൾ ഒരു ഹൈലൈൻ കീപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആ രീതിയിൽ ഒരു പുതിയ സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് പ്രസ്സിങ് നടന്നിട്ടില്ലെങ്കിൽ ഈസി ആയിട്ട് പരിപാടി നടത്തി ബോൾ തട്ടി പോയി ഗോളടിച്ച് പോവും, വീട്ടിലേക്ക് പോവും PSG. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ബെറ്റർ സൈഡുകൾ അത് തന്നെയാണ് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടത്. കുറച്ചുകൂടെ ടീമിന് വേണ്ടി വർക്ക് ചെയ്യാം. ശരിയാണ്, നിങ്ങൾ എംബാപ്പയാണ്, നിങ്ങൾ വിനി ജൂനിയറാണ്, നമുക്കറിയാം. നിങ്ങൾ കുറേ സംഭവം നിങ്ങളുടെ കരിയറിൽ ചെയ്തിട്ടുള്ള ആളുകളാണ്. വിനിയൊക്കെ റയൽ മാഡ്രിഡിന് വേണ്ടി തന്നെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലുകളൊക്കെ അടിച്ചു കൊടുത്തുള്ള ആളാണ്. പക്ഷേ ഷാബി അലോൺസോയുടെ സിസ്റ്റത്തിൽ ഇനിയിപ്പോൾ കളിക്കണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം. ഇത് കാർലോയുടെ ടീമല്ല. കാർലോയുടെ ടീമിലും പണിയെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ കാർലോ അത് വലിയ പ്രശ്നമാക്കിയിട്ട് കാണാത്ത ഒരാളാണ്. മാത്രമല്ല കാർലോക്ക് വേറെ രീതിയിലൊക്കെ പരിപാടി നടത്താനൊക്കെ അറിയാം അല്ലേ. അത് പുള്ളി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ചങ്ങായിയാണ്. അങ്ങനെയാണല്ലോ അവർ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചത്. പക്ഷേ അതിൽ കൂടുതലും ഇൻഡിവിജ്വൽ ബ്രില്യൻസിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ അവരൊരു
ഫിലോസഫി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഫിലോസഫി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ഹാർഷായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരും. ഫുട്ബോളിൽ ഓൺ ദ ബോളുള്ള അത്ര തന്നെ പ്രാധാന്യം ഓഫ് ദ ബോൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പണി പാടും. PSG ഓൺ ദ ബോളും ഫാൻറ്റാസ്റ്റിക്കാണ്, ഓഫ് ദ ബോളും ഫാൻറ്റാസ്റ്റിക്കാണ്. റയൽ മാഡ്രിഡ് അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓൺ ദ ബോൾ ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷേ ഓഫ് ദ ബോൾ എല്ലാവരും കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. അത് ഇല്ലാണ്ട് പരിപാടി നടക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോഡേൺ ഫുട്ബോളിൽ. അതാണ് അത്. ഒന്നെങ്കിൽ വിനി, എംബാപ്പെ ഇവരൊക്കെ അവരുടെ വർക്ക് റേറ്റ് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇവരിൽ ഒരാളെ ചിലപ്പോൾ കളിപ്പിക്കേണ്ട അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വരും. പക്ഷേ ഷാബിയെ സംബന്ധിച്ചോളം അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും ഇവർ രണ്ടുപേരും വെച്ച് തന്നെ കളിപ്പിക്കാനും ആ രീതിയിൽ അവരുടെ ബെസ്റ്റ് എടുക്കാനും ആയിരിക്കും. നമുക്ക് നോക്കിക്കാണാം ആ രീതിയിൽ എങ്ങനെയാണ് ഷാബി ഈ ടീമിനെ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. പിന്നെ മാത്രമല്ല ഫോർമേഷനിൽ 3 at the back കളിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മത്സരത്തിൽ 4 at the backലേക്കാണ് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ മിഡ്ഫീൽഡിൽ ചോമേനിയും ആർദാ ഗുലേറും ജൂഡ് ബെല്ലിംഗാമും ഒരു തരത്തിലും ഒരു എന്താ പറയുക ഗ്രിപ്പ് അവർക്ക് ഉണ്ടായിരുന്നില്ല. ശരിക്കും ആർദാ ഗുലേറിനൊക്കെ നട്ട്മഗ് ചെയ്തിട്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എഡങ്ങറായി ആർദാ ഗുലേർ നല്ല രീതിയിൽ ഡീപ്പ് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഈവൻ ആ 10 റോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഒപ്പോസിഷനാണ്. ഒരു രക്ഷയില്ലാത്ത ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള ഫുട്ബോളേഴ്സാണ്. അവർക്കെതിരെ ഇവർ അടങ്ങനായി. ജൂഡും സെക്കൻഡ് ഹാഫിൽ ഒരു സാഹചര്യത്തിൽ ആ ഒരു PSG ഹാർട്ട് ഓഫ് ദ മിഡ്ഫീൽഡിലൂടെ പോയിട്ട് ഒരു ഷോട്ടൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പാസയിലായിരുന്നു ബെറ്റർ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹമായിട്ട് ഓടി വന്നതാണ്. അപ്പോൾ ബോളുമായിട്ട് ഓടി വന്നതാണ്. അപ്പോൾ അദ്ദേഹം അടിച്ചു നോക്കി, അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. പിന്നെ ഡിഫൻസീവ് കവറൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഫെഡെ ആ റൈറ്റ് ബാക്ക് റോളിൽ എന്താണ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണം ഇല്ലാതെ കളിക്കുന്നതാണ് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ വാസ്കസ് ഒക്കെ വന്ന് ഫെഡയൊക്കെ മിഡ്ഫീൽഡിലേക്ക് നീക്കി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ PSG കാര്യമായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പൊസഷൻ റയൽ മാഡ്രിഡിനാണ്. പക്ഷേ കാര്യമായിട്ട് PSG ത്രട്ടൺ ചെയ്യാനൊന്നും അവർക്ക് സാധിച്ചില്ല. മിലിറ്റാവോ ബെഞ്ചിൽ വരുന്നു. ആ ഒരു മണിക്കൂറായപ്പോൾ തന്നെ ഷാബിക്ക് മനസ്സിലായി, അതായത് നല്ല ഹീറ്റും കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ കണ്ടീഷൻസ് ഇടങ്ങർ പിടിച്ച സംഭവമാണ്. പക്ഷേ ആൾ ചേഞ്ച് ചെയ്തു. വിനിയെ മാറ്റുന്നു, ജൂഡിനെ മാറ്റുന്നു. വിനിയെ മാറ്റി ബ്രഹീം ഡിയാസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രഹീം ഡിയാസ് പിന്നെയും എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ലുക്കിറ്റ വരുന്നു. ലുക്കിറ്റയുടെ അവസാനത്തെ മത്സരമാണ് റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ. അപ്പോൾ 39കാരൻ ഈ സെപ്റ്റംബർ ആയി കഴിഞ്ഞാൽ 40 വയസ്സാകാൻ പോകുന്ന റയലിൻ്റെ എന്താ പറയുക ഏറ്റവും ഡെക്കറേറ്റഡ് ഫുട്ബോളറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിനെ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മത്സരം ഇങ്ങനെ ആയിപ്പോയി. ഒരു ഹ്യൂമിലിയേഷനിലൂടെയാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് പടിയിറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വന്നുള്ളത്. മാത്രമല്ല ഈ ഒരു ക്യാമ്പയിനും അത്ര നല്ലതായിരുന്നില്ലല്ലോ റയലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ലുക്കിറ്റയെക്കുറിച്ചൊക്കെ എന്താണ് ഇപ്പോൾ ഈ ഒരു ജനറേഷനൊക്കെ മൺമറഞ്ഞു പോയി കഴിഞ്ഞാലും ഇനി വരാൻ പോകുന്ന റയൽ മാഡ്രിഡിൻ്റെ ജനറേഷനുകളും സംസാരിക്കും, പാടി നടക്കും എന്നുള്ള കാര്യം സംശയം വേണ്ട. അത്തരത്തിലൊരു ഫുട്ബോളറാണ് ക്രൊയേഷ്യക്കാരനായിട്ടുള്ള ലുക്കിറ്റ. ഇനി AC മിലാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. ഒരു വേൾഡ് കപ്പ് കൂടി കളിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുള്ളത്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ലുക്കിറ്റ. നിങ്ങൾ ആ തൂവെള്ള കുപ്പായത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള സംഭവങ്ങളൊന്നും ഒരു റയൽ മാഡ്രിഡ് ഫാനും മറക്കില്ല. അത് മാത്രമല്ല ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ലുക്കിറ്റയോടുള്ള റെസ്പെക്റ്റ് അത് വളരെ വലുതാണെന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ആ രീതിയിൽ വലിയ തോതിൽ ഹെയ്റ്റ്രഡ് ഇല്ലാത്ത തരത്തിലൊരു ഫുട്ബോളർ കൂടിയാണ് ലുക്ക മോഡ്രിച്ച് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തേക്ക് ഹെയ്റ്റ് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ ട്രിവേല സാധനങ്ങളൊക്കെ എൻ്റെ നെഞ്ച് തകർത്തിട്ടുള്ള സാധനമുണ്ട്. ഇവിടെ നെഞ്ച് തകർത്തിട്ടുള്ള സാധനമുണ്ട് അല്ലേ? എന്തായാലും ലുക്കിറ്റയെ സംബന്ധിച്ചിടത്തോളം PSG ഓരോ ഗോൾ അടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ക്യാമറമാൻമാർ. എന്തിനാ അത്? അപ്പോൾ ഷാബി എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജൂഡ് ബെല്ലിംഗാമും ഫെഡെ വാൽവേർദെയും ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു പ്ലേയേഴ്സിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. കാരണം വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് പ്രസ്സിംഗ് ഇല്ല, ഈ ഹൈലൈൻ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ ഈസി ആയിട്ട് അവിടെ ഹൈലൈൻ ബ്രീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഓഫ് സൈഡിൽ രക്ഷപ്പെട്ടു പിന്നെ റയൽ മാഡ്രിഡ്. പക്ഷേ ഈ ഹൈലൈനൊക്കെ കീപ്പ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. അവിടെ ഓഫ് സൈഡായി, അവിടെ ട്രാപ്പ് ഓക്കെ ആയി. പക്ഷേ സ്റ്റിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസിനെയും മിഡ്ഫീൽഡിനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 4ാമത്തെ ഗോൾ വന്നത് എങ്ങനെയാണ്? ആ റയൽ മാഡ്രിഡിൻ്റെ ഹൈലൈൻ്റെ മുകളിലൂടെ ആണ് ആ ഗോൾ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഓടിച്ചെല്ലുന്നത് ഹക്കീമിയാണ്. ഹക്കീമിയുടെ ഓട്ടം അത് 90 മിനിറ്റ് കഴിഞ്ഞാലും ആൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് ചിലപ്പോൾ ഓടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരു ചെക്കയാണ്, അമ്മാതിരി എനർജിയാണ്. ഫോമർ റയൽ മാഡ്രിഡ് പ്ലെയർ ആണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഹക്കീമി പോകുന്നു. ഹക്കീമി എന്നിട്ട് അവിടെ നിന്ന് കട്ട് ബാക്ക് കൊടുക്കുന്നു. അവിടെ ഓപ്പണാണ് റയൽ മാഡ്രിഡ് ഡിഫൻസ്, ആരും ഇല്ല. അപ്പോൾ ആ ഒരു ക്രോസ് കൊടുത്തപ്പോൾ അത് ബാർക്കോളയിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ബാർക്കോള സബ്ബായിട്ട് വന്നാണ്. ബാർക്കോളയ്ക്ക് തുടക്കത്തിൽ അടിക്കാൻ പറ്റില്ല, ഇനീഷ്യലി അടിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ബോൾ കീപ്പ് ചെയ്യുന്നു. പിന്നെ ഒരു ടേണൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ആൾ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ഗോൺസാലോ റാമോസിന്. ഗോൺസാലോ റാമോസ് വെയിറ്റ് ചെയ്തിട്ട് അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നു. ടേണൊക്കെ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്നു. ആ രീതിയിൽ റയൽ മാഡ്രിഡ് ഡിഫൻസ് ഓൾ ഓവർ ദ പ്ലേസ് ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഈവൻ ഫാബിയൻ റൂസിനെയൊക്കെ പിൻവലിച്ചിട്ട് ജെറെമിറിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലൂച്ചോ എന്ന കാര്യമാണ്. അപ്പോൾ ലൂച്ചോ പ്ലേയേഴ്സിനെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ റെസ്റ്റ് കൊടുക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. പിന്നെ ചില പ്ലേയേഴ്സൊന്നും റെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല, എല്ലാവരും മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ന്യൂനോ മെൻഡസിനെയും അദ്ദേഹം മാറ്റിയിട്ടുണ്ടായിരുന്നു, മയൂലുവിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു യങ്സ്റ്ററിനൊക്കെ. അപ്പോൾ ആ രീതിയിൽ ഇത് എന്താണ് ഒരു യങ് വൈബ്രൻറ്റ് സൈഡാണെന്ന് പറയുമ്പോഴും അതിൽ എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനേഴ്സ് കൂടി എന്നുള്ള കാര്യം ഓർക്കണം. കാരണം വെച്ചാൽ ഉസ്മാനിക്ക നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. അതേപോലെ തന്നെ അവരുടെ ഡിഫൻസിൽ നമ്മൾ അധികം സംസാരിക്കാത്ത മാർക്കിങ്സിനെ കുറിച്ച് സംസാരിക്കണം. ഞാൻ കുറേ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്, പക്ഷേ ഈ ഒരു സീസണിൽ അദ്ദേഹം ആ ഡിഫൻസിനെ മാർഷൽ ചെയ്തിട്ടുള്ള രീതി അത് ഫാൻറ്റാസ്റ്റിക് ആണ്. അപ്പോൾ അവരുടെ ഒരു വെറ്ററൻ ഫുട്ബോളറാണ് മാർക്കിന്യൂസ് എന്നുള്ള കാര്യം ഓർക്കണം. ഫാൻറ്റാസ്റ്റിക്കാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ റയൽ മാഡ്രിഡ് ത്രെട്ടൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ മാർക്കിന്യൂസ് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ബ്ലോക്കുകളും അതേപോലെ തന്നെ ഇൻ്റർസെപ്ഷൻസൊക്കെ നടത്തി കോർണറുകളും കാര്യങ്ങളൊക്കെ കൺസീഡ് ചെയ്യുന്നൊക്കെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ മാർക്കിന്യൂസിനും കയ്യടി കൊടുക്കേണ്ടതായിട്ട് ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ്. ബ്രസീൽ സംബന്ധിച്ചോളം അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരുപാട് വൾണറബിലിറ്റി കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അഗെയിൻ ഒരു കോച്ചിന് എങ്ങനെയാണ് ഒരു പ്ലെയറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, അതും ഈ ഒരു പ്രായത്തിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണ് മാർക്കിന്യോസ് എന്നുള്ള കാര്യമാണ്. ലൂക്ക ബെറാൾഡോ എന്ന് പറയുന്ന മറ്റൊരു ബ്രസീലിയൻ യങ് ഫുട്ബോളറാണ്. ഈ പിന്നെ പാച്ചോക്കൊക്കെ റെഡ് കാർഡ് കിട്ടിയുള്ള സാഹചര്യത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂക്ക ഹെർണാണ്ടസിനും റെഡ് കാർഡ് കിട്ടിയെന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ. അതുകൊണ്ട് ബെറാൾഡോ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ബെറാൾഡോ ഒന്നും ഒരു തരത്തിലും ടെസ്റ്റ് ചെയ്യാനൊന്നും റയൽ മാഡ്രിഡ് സാധിച്ചില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ബെറാൾഡോ കളിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിൽ നിന്നൊക്കെ പാസ് ചെയ്യുന്ന രീതിയൊക്കെ ആണെങ്കിലും ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അങ്ങനെ PSG സംബന്ധിച്ചിടത്തോളം ഒരു കേക്ക് വാക്ക് ആയിരുന്നു അവർക്ക് ഈ മത്സരം. റയലിനെതിരായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ അത് കേക്ക് വാക്കായിരുന്നു. പക്ഷേ PSG ആ രീതിയിൽ ഈ ഒരു ക്യാമ്പയിനിൽ ചാമ്പ്യൻസ് ലീഗിൽ ബിഗ് സൈഡുകളെ നിലംപരിശാക്കിയിട്ടാണ് അവർ ചാമ്പ്യൻസ് ഓഫ് യൂറോപ്പ് ആയത് അല്ലേ. ഇപ്പോൾ ദാ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ചെൽസിയാണ് ഫൈനലുള്ളത്. അപ്പോൾ ഞാൻ സത്യം പറയട്ടെ, എനിക്ക് പേടിയൊന്നുമില്ല. ശോഭക്ക് പേടിയുണ്ടോ? എന്തായാലും മാസീവ് ഫേവറേറ്റുകൾ ലൂച്ചോയുടെ PSG തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അവർ അൺസ്റ്റോപ്പബിൾ ആയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പുറത്ത് അവന്മാരും മനുഷ്യന്മാരാണല്ലോ. അതുകൊണ്ട് ഒരു 1% ചാൻസ് ഞാൻ ചെൽസി കൊടുക്കുന്നുണ്ട്. 99% ചാൻസും PSG തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ പറഞ്ഞ പോലെ എന്താണ് ഒരു ഹോപ്പൊന്നും വെക്കാണ്ട് എങ്ങനെയാണോ നമ്മളൊക്കെ ഒരു ഫുട്ബോൾ മത്സരം കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ ചെൽസി സംബന്ധിച്ചോളം ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. ഇതൊരു ബിഗ് ടെസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ലേൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തിബോ കോർട്ട് തന്നെ പറഞ്ഞത്, മത്സരത്തിന് ശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു അടി നല്ലതാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. ആ രീതിയിൽ ഇനിയിപ്പോൾ ചെൽസിക്ക് ഒരു ബിഗ് ടെസ്റ്റാണ്. ചെൽസിയുടെ യങ് ടീം സംബന്ധിച്ചോളം ബിഗ് ടെസ്റ്റാണ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതൊരു വലിയ ലെസണായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഞാൻ വിചാരിക്കുന്നത് റയൽ മാഡ്രിഡിൻ്റെ ഈ ഒരു പെർഫോമൻസിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ചെൽസിക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ കൈസേഡൊക്കെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കൈസേഡൊന്നും കളിച്ചിട്ടില്ലെങ്കിൽ ആ മിഡ്ഫീൽഡിൽ പണ്ടാറടങ്ങി പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഒരു റിയാലിറ്റി ചെക്ക് കൂടി ആയിരിക്കും ചെൽസി ഫാൻസിനും ചെൽസിക്കും PSG തമ്മിലുള്ള മത്സരം. കാരണം PSG നിലവിലത്തെ ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡാണ്. ശരിയാണ്, അവരെ പൊട്ടഭാഗമൊക്കെ പരാജയപ്പെടുത്തി. പക്ഷേ അത് ഫുട്ബോൾ സംഭവിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമോ വെയിറ്റ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രഷറില്ലാതെ ആ മത്സരം കാണാൻ ശ്രമിക്കുന്നത്. കാരണം വെച്ചാൽ PSG ബെസ്റ്റ് സൈഡാണ്. അപ്പോൾ ഹ്യൂമിലിയേഷൻ ഒന്നും ഈ രീതിയിൽ നേരിടാണ്ടിരിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഏതൊരു മത്സരത്തെയും കാണേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് കണ്ടു നോക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് വരട്ടെ അല്ലേ, എന്തേലൊക്കെ ആവട്ടെ. അപ്പോൾ ഇവിടെ PSG ഇപ്പോൾ 62 മത്സരങ്ങൾ ഈ സീസണിൽ കളിക്കുന്നു. 192 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഇനി ഒരു മത്സരം കൂടിയാണ് അവർക്ക് ബാക്കിയുള്ളത്. ഓൾറെഡി അവർ ക്വാഡ്രപ്പിൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ എത്തിയിരിക്കുകയാണ്. അവർക്ക് UEFA സൂപ്പർ കപ്പ് കളിക്കേണ്ടതായിട്ടുണ്ട്. 6 ടൈറ്റിലുകൾ അടിക്കാനുള്ള സുവർണാവസരമാണ് അവരുടെ മുമ്പിലുള്ളത്. ലൂച്ചോയുടെ ടീം ഒരു സ്പെഷ്യൽ ടീമാണ്. അവർക്കിനി അടുത്ത സീസണിലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കണ്ടേണ്ട തരത്തിലുള്ള സംഭവമാണ്. എന്തായാലും ഒരു ഫൈനൽ ബാക്കിയുണ്ട്. എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഷാബിക്ക് സമയം കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് ഇനിയും ഇമ്പ്രൂവ്മെൻറ്റുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ട്രാൻസ്ഫറുകൾ ചില ഏരിയകൾ നടത്തേണ്ടതായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഹാർഷായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടി വരും ഷാബി അലോൺസോ. ടീമിൻ്റെ ബാലൻസ് നിലനിർത്താനായിട്ടുള്ളതാണ്. ആ ബാലൻസ് കണ്ടെത്തണം. അതേപോലെ തന്നെ ഒരു ഫോർമേഷൻ അദ്ദേഹം സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വരും. പിന്നെ ചില ടീമുകൾക്ക് അനുസരിച്ച് ഫോർമേഷൻ മാറ്റുന്നതൊക്കെ സ്വാഭാവികമായിട്ടും മാനേജർമാർ ചെയ്യുന്നൊരു കാര്യമാണ്. ആ രീതിയിൽ വേഴ്സറ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് സമയമെടുക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. റോഡ്രിഗോയുടെയൊക്കെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകേണ്ടതായിട്ടുണ്ട്. എൻട്രിക്കിൻ്റെ കാര്യം എന്താകും എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിൽ ആർക്കൊക്കെ ആ ഒരു ഹങ്കർ ഉണ്ട്, ആ റയൽ മാഡ്രിഡിൻ്റെ കുപ്പായം ധരിക്കുന്നതിലുള്ള
ആ ഒരു പാഷൻ ഉണ്ട് എന്നുള്ളത് കൂടി ഒന്ന് വിലയിരുത്തേണ്ട ഒരു സമയമായിട്ടുള്ളതാണ്. അതുകൂടി ഒന്ന് വിലയിരുത്തേണ്ടി വരും. ഫസ്റ്റ് ഹാഫിൽ തന്നെ കുറേ ഗോളുകൾ അവർക്ക് വീണ്ടും അടിക്കാമായിരുന്നു കേട്ടോ. PSG പാരറ്റ്സ്കേലിയൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ ഷോട്ട് ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന സിനാരികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് റയലിനെ ഞാൻ പറഞ്ഞല്ലോ 4-0 നിന്നത് ഭാഗ്യമാണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇനി എൻ്റെ ടീമിനെതിരെ എന്താവുമോ എന്തോ. പക്ഷേ പറഞ്ഞ പോലെ നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.